കറി വെക്കാൻ കൊണ്ടുവന്ന ചിക്കൻ ഞാൻ കുഴിമന്തി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഇത് ഹനീത്താണ് കേട്ടോ ഉണ്ടാക്കിയത്. കുഴിമന്തിയുടെ റെസിപ്പി നോക്കിയപ്പോൾ ദേ കിടക്കണ ഹനീത്ത്. കുഴിമന്തി ഒന്നും വേണ്ട, ഹനീത്താണ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹനീത്ത് ഉണ്ടാക്കി. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ കുഴിമന്തി തന്നെയാണ് എപ്പോഴും ബെറ്റർ. ഇവോ ആണ് കേട്ടോ ഇടയ്ക്ക് വന്നിട്ട് ആ ദിഗംബറിൻ്റെ പോലെ നിൽക്കുന്നത്. ബേബിക്ക് കൺമശി ഇട്ട് കൊടുക്കുന്നത് പോലെ ഇട്ട് കൊടുത്ത് അതേപോലെയൊക്കെ വന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. സംഭവം കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, പക്ഷേ കുഴിമന്തിയുടെ അത്ര ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. അതിലും കൂടുതൽ സാധനങ്ങളും ടൈമും ഒക്കെ വേണം. എന്തായാലും അത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പിന്നെ റൈസ് വെക്കുക. റൈസിലേക്ക് സവാള തക്കാളിയൊക്കെ ആവശ്യമുണ്ട്. എന്നിട്ട് ചിക്കൻ മാറ്റിയിട്ട് വേറെ പൊരിച്ചെടുക്കുക. ചിക്കൻ്റെ സ്റ്റോക്കും കുറച്ച് വെള്ളത്തോടെ കൂട്ടിയിട്ട് ആ റൈസ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതൊക്കെ തന്നെ സംഭവം. പക്ഷേ മസാല എന്തോ ഭയങ്കര കുത്തുന്ന പോലെ തോന്നി. ഒരു ദിവസം വെറൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ സൈഡായിട്ട് മയോണൈസും സാലഡും റെഡ് കളർ തക്കാളി വെച്ചിട്ടുള്ളൊരു ചട്നി കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.